ഹായ് എല്ലാവർക്കും ടോണി ചേട്ടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിത് കാണാൻ പോകുന്ന 6.5 മിനിറ്റിന്റെ ഒരു അടിപൊളി ടി വി യൂണിറ്റിന്റെ വർക്കാണ്. ഇതാണ് ടി വി യൂണിറ്റിന്റെ ബേസ്. ഇന്ന് നമ്മൾ ഇതിന്റെ ടോപ്പിലേക്കുള്ള ഭാഗങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിന്റെ ആദ്യം കാണുന്ന ഒരു സിംഗിൾ ഡോർ ആണ്. അത് കഴിഞ്ഞ് 2 ഓപ്പൺ ഷെൽഫ്, പിന്നെ 4 ഡ്രോയർ വേണം. അപ്പൊ നമ്മൾ ഡ്രോയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലെല്ലാം മയക്കി ഒട്ടിക്കാൻ തുടങ്ങണം. ഡ്രോയറിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സോഫ്റ്റ് സ്ലൈഡർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ടോപ്പിലെ പോർഷൻസ് ഒക്കെ ചെയ്യണം. ടോപ്പിലെ പോർഷൻസ് ഒക്കെ നമ്മൾ ഏകദേശം ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ ടോപ്പിലായിട്ട് ഒരു തട്ടൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് മൈക്ക് ഒട്ടിച്ച് തുടങ്ങാം. അപ്പൊ നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്നത് PVC മൈക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് കാണുന്ന ചെറിയ ഗ്യാപ്പിൽ വരുന്ന ഭാഗങ്ങൾ എല്ലാം ഗ്രേ കളറിലെ PVC മൈക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് PVC മൈക്കാണ്, ഗ്രേ കളറിലെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് ഒട്ടിക്കാൻ പോവാണ്. ഒട്ടിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മൾട്ടിവുഡ് ആണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പൊ മൾട്ടിവുഡ് നല്ല ക്ലേസിങ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം നല്ല പേപ്പർ ഇട്ട് നന്ന റഫാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പശ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതേപോലെ പശ എടുത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ മൈക്കയിലും ഒന്ന് തേച്ചതിന് ശേഷമാണ് നമ്മൾ പശ ഒന്ന് ഡ്രൈ ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഒട്ടിക്കുന്നത്. നമ്മളിപ്പോൾ പശയെല്ലാം ഡ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ അത് ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അമർത്തി തേച്ച് പിടിപ്പിക്കണം. നമ്മൾ അതിനായിട്ട് നമ്മളൊരു മൾട്ടിവുഡിന്റെ പീസ്, സ്മൂത്ത് ചെയ്ത പീസ് എടുത്തിട്ടാണ് നമ്മളത് തേച്ച് പിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ബബിൾസ് ഒന്നും വരാത്ത രീതിയിൽ ഒരു എൻഡിൽ നിന്ന് തുടങ്ങി നമ്മൾ എൻഡ് വരെ നല്ല രീതിയിൽ ഒറ്റ ഫോഴ്സിൽ നമ്മൾ ഉറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ വാളിലോട്ടുള്ള ഒരു പീസാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പാർട്ടീഷന്റെ കണ്ടിന്യൂ കാണിക്കുന്ന ഭാഗമാണ് ഈ പീസ് വരുന്നത്. അപ്പൊ നമ്മുടെ TV യൂണിറ്റിന്റെ തന്നെ സൈഡായിട്ട് വെർട്ടിക്കൽ വരുന്ന പീസാണിത്. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഉളി വെച്ചത് നല്ലപോലെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമ്മളൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ചിന്തേറിട്ട് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളെടുത്ത് ഒട്ടിക്കാൻ പോകുന്നത്. നമ്മുടെ മൈക്ക് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഒട്ടിക്കേണ്ട ഭാഗത്ത് നല്ല രീതിയിൽ ഒന്ന് സാൻഡർ അടിച്ച് നല്ല രീതിയിൽ റഫാക്കി കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടിവുഡാണ്, നല്ല സ്മൂത്ത് ആയിരിക്കും. അതുകൊണ്ട് ഒട്ടിക്കുമ്പോഴേക്കും അത് നല്ല രീതിയിൽ പിടിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് നമ്മൾ റഫാക്കി കൊടുക്കുന്നത്. ഇനി നമ്മളെ മൈക്കയിൽ നമ്മൾ ഗം ഇടുവാണ്. അപ്പൊ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷമായിരിക്കണം മൈക്ക നമ്മൾ പശ ഇടുന്നത്. അങ്ങനെ നമ്മുടെ പശ എല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആയി കഴിഞ്ഞ് നമ്മൾ ഒട്ടിക്കാൻ തുടങ്ങുകയാണ്. കോർണറിൽ വരുന്ന പീസ് ആയതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം അത് ഒട്ടിക്കാനായിട്ട്. അപ്പൊ നമ്മളത് ഒട്ടിച്ചു. ഇനി നമ്മൾ നല്ല രീതിയിൽ അത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമായിരുന്നു. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അമർത്തി തേച്ച് നമ്മളത് നല്ല രീതിയിൽ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പീസ് ഒട്ടിക്കാനായിട്ട് ഇത് സാൻഡർ അടിക്കും. നമ്മൾ മെയിൻ ഭാഗമാണ് TV വരുന്ന ഭാഗം നമ്മൾ ഒട്ടിക്കുന്നത് വൈറ്റ് ആണ്. വൈറ്റ് ഗ്ലോസി മൈക്കാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അവിടെ നല്ല രീതിയിൽ റഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പശ മൊത്തം ഇട്ടു. ഈ പശ ഏകദേശം ഉണങ്ങിയെന്നെല്ലാം നോക്കിയതിന് ശേഷം നമ്മുടെ PVC മൈക്ക് തന്നെ വൈറ്റ് ഗ്ലോസി ആണ് നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. വലിയ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇച്ചിരി റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ പിടിച്ച് ഒരു സൈഡിൽ നിന്ന് എയർ കളഞ്ഞ് നമ്മൾ ഒട്ടിച്ചു തുടങ്ങുന്നത്. എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തന്നെ തേച്ച് വരണം. അപ്പോൾ എയറോ ബബിൾസോ ഒന്നും നിൽക്കാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ അമർത്തി തേച്ച് കൊടുക്കണം. ഇനി അടുത്തായിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് ടോപ്പിലെ തട്ടാണ്. അപ്പൊ തട്ടിന് നമ്മൾ ഷെയ്ഡ് എടുത്തിരിക്കുന്ന വുഡ് ഷെയ്ഡ് തന്നെ അവിടുന്ന് കണ്ടിന്യൂ വരുന്ന ഷെയ്ഡാണ് അത് വരുന്നത്. തട്ടിന്റെ ടോപ്പും കൂടെ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇനി അതിന്റെ എൻഡെല്ലാം നല്ല രീതിയിൽ ഡ്രിം ചെയ്ത് കളഞ്ഞതിന് ശേഷമേ നമുക്ക് ഇനി അതിന്റെ നെറ്റി ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ടോപ്പും കൂടെ ഒട്ടിച്ചതിന് ശേഷം നമ്മളിപ്പോ ഡ്രിം ചെയ്യുവാണ്. അതിന്റെ എഡ്ജ് എല്ലാം നല്ല രീതിയിൽ ഡ്രിം ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇനി നമ്മള് നെറ്റി ഒട്ടിക്കാൻ തുടങ്ങുന്നത്. ഡ്രിം ചെയ്യുന്ന കണ്ടോ. ഇപ്പൊ നമ്മൾ ഡ്രിം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സ്ട്രെയിറ്റ് ബിറ്റ് ആണ്. ഇതിനുശേഷം നമ്മൾ നെറ്റി ഒട്ടിച്ചതിന് ശേഷം നെറ്റിയാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ റേഡിയസ് ബിറ്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡ്രിം ചെയ്ത് ഏകദേശം തീർന്ന് കണ്ട അതിന്റെ ഫിനിഷിങ് കണ്ടോ, നല്ല അടിപൊളിയായിട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നേരെ നെറ്റി ഒട്ടിക്കാൻ തുടങ്ങണം അതിനകത്തോട്ട്. അപ്പൊ ഇനി നെറ്റിയുടെ ഒട്ടിക്കാനുള്ള പീസെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പീസായിട്ട് നമ്മളത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ തുടങ്ങണം. നെറ്റി നമ്മൾ ഒട്ടിച്ച് തുടങ്ങി. പശയൊക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ച് തുടങ്ങുവാണ് കേട്ടോ. നമ്മളിപ്പോ ഒട്ടിക്കുന്ന മൈക്ക് 2 mm തള്ളിയിട്ടാണ് ഒട്ടിക്കുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടി എടുക്കാൻ വേണ്ടിയാണ്. അതിന്റെ എഡ്ജ് നല്ല രീതിയിൽ റേഡിയസ് ആയിട്ട് ഉരുണ്ട് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തള്ളിയിട്ട് ഒട്ടിക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അങ്ങോട്ട്. ഇനി നമുക്ക് TV യൂണിറ്റിന്റെ താഴത്തെ ബോക്സിന്റെ ഫ്രണ്ടിലത്തെ ഭാഗങ്ങളെല്ലാം ഒട്ടിക്കാൻ തുടങ്ങാം. അപ്പൊ നമ്മളിത് താഴെയായിട്ട് ഏറ്റവും താഴെ തന്നെ നമ്മൾ ഒട്ടിച്ച് തുടങ്ങി. അപ്പൊ അത് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനുശേഷം അതിന്റെ കുത്തുകാലുകളും എഡ്ജും എല്ലാം ഒട്ടിക്കണം. അപ്പൊ നമ്മൾ ഇനി അതെല്ലാം ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് അതിന്റെ അടിഭാഗത്ത് ഒട്ടിച്ചതിന്റെ പീസ് നമുക്ക് ട്രിം ചെയ്ത് നല്ലപോലെ കളയാം. അതിനുശേഷം നമുക്കൊന്ന് ചിന്തയിലൊക്കെ ഇട്ടൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പെല്ലാം ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഒട്ടിച്ചതിന്റെ എല്ലാ എഡ്ജെല്ലാം നല്ല ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്രണ്ട് ഒട്ടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഇപ്പൊ ഫ്രണ്ട് ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടൊക്കെ ഒട്ടിച്ച് നമ്മൾ ഫ്രണ്ടിലത്തെ പീസ് മകാരും അടിച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്.
ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗം എടുത്ത് പകാരും ഒക്കെ കട്ട് ചെയ്ത് എല്ലാം വെച്ച് നോക്കിയതിന് ശേഷം നമുക്കത് പശയൊക്കെ ഇട്ട് വെച്ച് ഒട്ടിക്കാവേ. അപ്പൊ നമ്മൾ ഇതാ എല്ലാം റെഡിയാക്കി ഒട്ടിക്കാൻ തുടങ്ങുവാണ്. ഇത് കണ്ട മകാരും ഒക്കെ കണ്ട നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാ നമ്മൾ ഒട്ടിച്ച് ഏകദേശം അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത അതൊന്ന് ഫിനിഷ് ചെയ്ത് നല്ല രീതിയിൽ ഉരച്ചങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തെ ഭാഗത്ത്, അതായത് ഓപ്പൺ ഷെൽഫാണ് കാണുന്നത്. ഓപ്പൺ ഷെൽഫിൽ നമ്മൾ ഒട്ടിച്ചു. ഓപ്പൺ ഷെൽഫിൽ നമ്മൾ ഒട്ടിച്ചേക്കുന്നത് ഗ്ലോസി വൈറ്റ് ആണ്. അതിനുശേഷം നമ്മൾ ഈ ബോക്സിന്റെ ടോപ്പിലെ ഷീറ്റാണ്. ടോപ്പിലെ ഷീറ്റ് നമ്മൾ ഒറ്റ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് എൽ ഷേപ്പിലാണ് നമ്മളിത് വരുന്നത്. കണ്ടോ? അപ്പം നമ്മളതെല്ലാം റെഡിയാക്കി നമ്മളിനി പശയെല്ലാം ഇട്ട് ഇനി ഇത് ഒട്ടിക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഇച്ചിരി റിസ്ക് കൂടുതലായിരിക്കും. കണ്ട ആ എൽ ഷേപ്പിൽ വന്നിട്ട് ആ കോർണറൊക്കെ നല്ല കറക്റ്റായിട്ട് കയറണം. അപ്പം നമ്മളത് ഒട്ടിക്കാൻ പോവുകയാണ്. അതെ കണ്ടല്ലോ, ആ കോർണറിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പിടിച്ചു കൊടുത്താൽ മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളിത് ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് നല്ല രീതിയിൽ അത് തേച്ച് പിടിപ്പിക്കണം. ഒട്ടും ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അത് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത പരിപാടി തുടങ്ങാൻ പോകണം. അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറും പിന്നെ നമ്മുടെ ഡ്രോയറും ഒക്കെ ഒട്ടിക്കാനുണ്ട്. അപ്പം നമ്മൾ ആ പിടിപ്പിച്ച് വെച്ചിരുന്ന ഡ്രോയറെല്ലാം ഊരിയെടുത്ത് ആ ഡോറും ഉണ്ട്, ഒരു സിംഗിൾ ഡോർ ഇല്ലായിരുന്നു, ആ ഡോറും നമ്മൾ ഊരിയെടുത്തതിന് ശേഷം അത് നല്ല പോലെ അങ്ങോട്ട് സാൻഡർ അടിച്ച് റഫ് അടിക്കും. കണ്ട നന്ന റഫ് അടിച്ചതിന് ശേഷം നമ്മൾ ഇനി ഒട്ടിക്കാൻ പോകണം. അപ്പോൾ ആദ്യം നമ്മൾ PVC മൈക്കയിലോട്ട് തന്നെ വൈറ്റ് ഗ്ലോസിയാണ് ഇതിനെല്ലാം വരുന്നത്. നമ്മുടെ ഡോറിനും ഡ്രോയറിനും എല്ലാം വൈറ്റ് ഗ്ലോസിയാണ് വരുന്നത്. ഇത് നമ്മളെല്ലാം നല്ലപോലെ പശയിട്ടതിന് ശേഷം ഒട്ടിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് ഡ്രോയറാണ് കേട്ടോ. ഡ്രോയറിൻ്റെ മുകളിലോട്ട് നമ്മൾ പശയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് പശയൊക്കെ ഇട്ട് ഇത് നമ്മളിത് ഒട്ടിക്കാൻ പോകണം. കണ്ടോ? ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോണം. എന്താ നൈസായിട്ട് അങ്ങോട്ട് വെച്ച് നല്ല രീതിയിൽ എയർ വരാത്ത രീതിയിൽ ഒറ്റ സൈഡിൽ നിന്നാണ് നമ്മൾ തൂത്ത് കൊടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അങ്ങോട്ട് പിടിപ്പിക്കും. കണ്ടോ? അല്ലാണ്ട് എല്ലാ സൈഡും നല്ല ഈക്വലായിട്ട് പിടിച്ചിട്ടുണ്ട്, ഒട്ടും ഗ്യാപ്പൊന്നും ഇല്ല. ഇനി നമുക്ക് നല്ല രീതിയിൽ ട്രിം ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ട്രിം ചെയ്യാം. നമ്മൾ ട്രിം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് റേഡിയസ് ബിറ്റാണ്. കണ്ട ഉരുട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ബിറ്റാണ് ഇത്. അപ്പോൾ അതിൻ്റെ എഡ്ജെല്ലാം നല്ല ഉരുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. നമുക്ക് നല്ല കാണാനും നല്ല രസമായിരിക്കും. പൊളിഞ്ഞൊന്നും പോകത്തില്ല ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ഡ്രോയറൊക്കെ ഇടാനുള്ള ഏരിയ എല്ലാം നമ്മൾ നേരത്തെ ഒട്ടിച്ചിരുന്നു. ഇനി അവിടെ എല്ലാം നല്ല രീതിയിൽ ട്രിം ചെയ്യണം. അതിനുശേഷം നമുക്ക് ഡ്രോയർ കയറ്റിയിടാം. അപ്പോൾ നമുക്ക് ആ എഡ്ജെല്ലാം നല്ല ഫിനിഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രോയറെല്ലാം കയറ്റിയിടാം. നമ്മുടെ ഡ്രോയറെല്ലാം എടുത്തിട്ട് ഡ്രോയറെല്ലാം ഒട്ടിച്ചിട്ടേക്കുവാണ്. ഈ മൈക്കയുടെ പുറത്ത് കാണുന്ന ലെറ്ററൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൊരു കോട്ടിങ് കവർ വരുന്നുണ്ട്. ആ കവറിൻ്റെ പുറത്ത് വരുന്ന ലെറ്ററിങ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ഊരി കളയത്തുള്ളൂ. ഇന്ന് നമ്മൾ ലോവേഴ്സ് പാനൽ പിടിപ്പിക്കാൻ പോവുകയാണ്. ടിവിയുടെ ബാക്കി വരുന്ന ഭിത്തിയിലെല്ലാം നമ്മൾ ഈ ലോവേഴ്സ് പാനലാണ് പിടിപ്പിക്കുന്നത്. ഏകദേശം 9.5 അടി നീളവും 1 അടി വിട്ടുമാണ് ഇതിനുള്ളത്. അപ്പം നമ്മളിതാ ഇതുപോലെ കട്ടർ ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തതാ ഇത് പിടിപ്പിക്കുവാണ്. ബാക്കി വരുന്ന ഭാഗത്തെല്ലാം നമ്മൾ ലോവേഴ്സ് പാനൽ പിടിപ്പിക്കുവാണ്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഒരു പാനൽ തന്നെയാണ് ഇത്. അതുപോലെ തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാനും പറ്റും. ഈ പാനൽ എങ്ങനെയാണ് ഫിറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ അടുത്ത പ്രാവശ്യം നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എങ്ങനെയാണ് ഇത് ഫിറ്റപ്പ് ചെയ്യാനുള്ളതെന്ന്. നമ്മൾ ഏകദേശം ഫിറ്റപ്പ് കഴിഞ്ഞു. കണ്ടോ? പെട്ടെന്നായിരുന്നു നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞത് അല്ലേ? അപ്പൊ നമ്മുടെ TV യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ തീരുവാണ്. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ളത് ലൈറ്റിങ്ങിന്റെ പരിപാടിയുണ്ട്. പിന്നെ എഡ്ജ് എല്ലാം നമുക്കൊന്ന് ട്രിം ചെയ്ത് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാനുണ്ട്. TV യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ട് ഫുൾ ഫിനിഷിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇതുപോലെ നമ്മുടെ വീട്ടിലും TV യൂണിറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ആർദ്രം ഇന്ത്യയിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ടോണി ചേട്ടൻ വ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.